നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം തന്നെ പറയട്ടെ, ഇന്നത്തെ വീഡിയോ കുറച്ചധികം ലെങ്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമയമുള്ളവർ മാത്രം കാണുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായോ എന്ന് കൂടി അറിയിക്കണേ. ഒരു മനുഷ്യ ജന്മം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു 90% കൂടുതൽ ആളുകളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കടങ്ങൾ കൊണ്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. കടങ്ങൾ മാറുന്നതിന് വേണ്ടി താന്ത്രികങ്ങൾ, പൂജകൾ, വഴിപാടുകൾ, നാമജപങ്ങൾ ഇതൊക്കെ തന്നെ എല്ലാവരും തന്നെ ചെയ്യാറുണ്ട്. ചിലർക്കൊക്കെ തന്നെ അതിന്റെ റിസൾട്ടും കിട്ടാറുണ്ട്. എന്നാൽ 100% ഫലം കിട്ടുന്ന ഒരു നാമജപത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് ആഴ്ചയിൽ ഒരേ ഒരു ദിവസം, അതും വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ ഒരു നാമം ചൊല്ലേണ്ടത്. ഒരു മനുഷ്യന് കടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കർമ്മഫലമാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ പണം അല്ലെങ്കിൽ സ്വത്ത് ഒക്കെ അപഹരിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ കടങ്ങൾ കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെയൊക്കെ ആ രീതിയിൽ, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് എന്തൊക്കെയാണോ കഴിഞ്ഞ ജന്മത്തിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമുക്ക് ഈ ജന്മത്തിൽ കടങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്താണോ പാപം ചെയ്തത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരുപാട് പൈസ ഉള്ള ചിലരൊക്കെ തന്നെ പല പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ ജന്മത്തിൽ ആ രീതിയിലുള്ള പാപങ്ങൾ ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഈ ജന്മത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. അതായത് നമ്മൾ എന്താണോ, ഏതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പാപങ്ങളാണോ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള കർമ്മഫലങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കടങ്ങൾ ഉണ്ടാകുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തത് കൊണ്ടാണ്. കഴിഞ്ഞ ജന്മത്തിൽ ആർക്കെങ്കിലും ഒക്കെ പണം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പണത്തിന്റെ പേരിൽ ചതിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരുന്നത്. കടങ്ങൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. നമ്മൾ വീട് വാങ്ങാനോ കാർ വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി കടമെടുത്ത് നമ്മൾ ആ ഒരു വീടോ കാറോ വാങ്ങിയിട്ട് കറക്റ്റായിട്ട് എല്ലാ മാസവും തിരിച്ചടയ്ക്കുന്നതും, അതും ഒരു രീതിയിലുള്ള കടമാണെങ്കിലും അത് നമുക്ക് കറക്റ്റായി തിരിച്ചടയ്ക്കാൻ സാധിക്കും. എന്നാൽ ഇതേപോലെ തന്നെ ഒരു ലോൺ എടുത്തിട്ട് നമുക്ക് കറക്റ്റായി തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് കർമ്മ വിനകൾ കൊണ്ടാണ്, നമ്മുടെ കർമ്മ വിനകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കടം വാങ്ങുന്ന എല്ലാവരും തന്നെ കഴിഞ്ഞ ജന്മത്തിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള പാപകർമ്മങ്ങൾ ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. കടങ്ങൾ വാങ്ങി തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തവർ അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള പാപങ്ങൾ ചെയ്തത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു മുൻജന്മ റിലേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രയത്നിച്ചാലും, ചിലർ പറയാറുണ്ടല്ലോ എന്തൊക്കെ ചെയ്താലും ഒന്നും ശരിയാവുന്നില്ല എന്ന്. ഇതാണ് അതിന് പിന്നിലുള്ള കാരണം. അത് മാത്രമല്ല, നമ്മുടെ ജാതകത്തിൽ നമുക്ക് എപ്പോഴും ശുക്രന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലുമുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കൂ എന്ന് അറിയാം. അപ്പോൾ ശുക്രന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങിയാൽ അത് കറക്റ്റായി തിരിച്ചടയ്ക്കാനും അതുപോലെ തന്നെ കടങ്ങൾ ഇല്ലാതെ ജീവിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ചിലർക്ക് ജാതകത്തിൽ ശുക്രൻ ശനിയുടെ പിടിയിലോ രാഹുവിന്റെ പിടിയിലോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഉള്ളപ്പോഴാണ് അവർ വളരെയധികം കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ശുക്രൻ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മഹാലക്ഷ്മിയാണ് ശുക്രന്റെ അംശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് മഹാലക്ഷ്മിയുടെ ആ ഒരു കടാക്ഷം നമ്മിൽ ഉണ്ടാകണം. മഹാലക്ഷ്മിയുടെ ആ ഒരു പൂർണ്ണ കടാക്ഷം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും നമുക്ക് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. രാവിലെയോ സന്ധ്യയ്ക്കോ ഒക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം, പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കൂടുതൽ ഫലം ലഭിക്കും. അങ്ങനെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ 8 മുതൽ 9 മണി വരെയുള്ള സമയമാണ്. ആ ഒരു സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ ശുക്രഹോരയാണ്. വെള്ളിയാഴ്ച ശുക്രഹോര രാവിലെ 6 മണി മുതൽ 7 മണി വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും
പിന്നെ രാത്രി 8 മണി മുതൽ 9 മണി വരെയുമാണ് വരുന്നത്. അപ്പോൾ ഒരു സംശയം തോന്നാം, എന്നാൽ പിന്നെ രാവിലെ ഉള്ള സമയത്ത് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചാൽ ഈ ഒരു ഫലം എന്തുകൊണ്ട് ലഭിക്കില്ല എന്നുള്ളത്. ശുക്രൻ എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ ചില ഗ്രഹങ്ങൾ പകൽ സമയത്ത് കൂടുതലായി ആക്ടിവേറ്റ് ആകും. എന്നാൽ ചില ഗ്രഹങ്ങൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് കൂടുതലായി ആക്ടിവേറ്റ് ആകുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രഹം കൂടിയാണ് ശുക്രഗ്രഹം എന്ന് പറയുന്നത്. അതായത് സൂര്യാസ്തമയത്തിന് ശേഷം കൂടുതൽ ബലം വരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള ശുക്രഹോരയിൽ മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും അതുവഴി ശുക്രയോഗവും ലഭിക്കും എന്ന് പറയുന്നതിന്റെ കാരണം. ഇത് ഒരു കാരണം. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത്, മഹാലക്ഷ്മി എപ്പോഴും നമ്മൾ പറയും പാൽക്കടലിൽ നിന്നുമാണ് മഹാലക്ഷ്മി വന്നത് എന്ന്. മഹാലക്ഷ്മിയോടൊപ്പം ആരാണ് വന്നത്? ചന്ദ്രൻ. മഹാലക്ഷ്മിയെ പറയുന്നത് ചന്ദ്ര സഹോദരി എന്നാണ്. അപ്പോൾ മഹാലക്ഷ്മിയോടൊപ്പം വന്ന ചന്ദ്രൻ എപ്പോഴാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്? രാത്രിയിലാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീസൺ, വെള്ളിയാഴ്ച രാത്രി 8 മുതൽ 9 മണി വരെയുള്ള സമയത്ത് കൂടുതൽ ഫലം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ദിവസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാവിലെ ശുക്രഹോര വരുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാമെങ്കിലും എല്ലാ ജനങ്ങൾക്കും മഹാലക്ഷ്മിയെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ശുക്രഹോര, അതും രാത്രി 8 മുതൽ 9 മണി വരെയുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് മഹാലക്ഷ്മി എല്ലാ വീടുകളിലും ഉണ്ടാകും, എല്ലാ വീടുകളിലും വരും എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ട്. നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കണം. അപ്പോൾ അതിന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ഒരാളുണ്ട്. അതാരാണെന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്, ദേവേന്ദ്രൻ. നമുക്കറിയാം, ദേവേന്ദ്രൻ തന്റെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചാണ് സകല സൗഭാഗ്യങ്ങളും തിരിച്ചു നേടിയത് എന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ദ്രന് മഹാലക്ഷ്മിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതിന് കാരണക്കാരനായ ഒരാളെന്ന് പറയുന്നത് അഗസ്ത്യ മുനിയാണ്. അഗസ്ത്യ മുനിയാണ് ഇന്ദ്രനോട് മഹാലക്ഷ്മിയുടെ ഈ ഒരു നാമമാണ്, ഈ ഒരു സ്തോത്രമാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തത്. ആ ഒരു സ്തോത്രമാണ് മഹാലക്ഷ്മി അഷ്ടകം. അപ്പോൾ മഹാലക്ഷ്മി അഷ്ടകം നമുക്ക് ഏത് സമയത്തും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചൊല്ലാമെങ്കിലും അതിന്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് ചൊല്ലേണ്ടത്. മഹാലക്ഷ്മി അഷ്ടകം എന്ന് പറയുമ്പോൾ ആ ഓരോ 4 വരികളിലും ഓരോ ലക്ഷ്മിമാരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പലരും കരുതും മഹാലക്ഷ്മി അഷ്ടകത്തെ കുറിച്ച് പറയാനാണോ ഇത്രയധികം പറഞ്ഞത് എന്ന്. എന്നാൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. ആ ഒരു പോയിന്റ്സ് എപ്പോഴും വിട്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ് 365 ദിവസവും മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലിയിട്ടും അതിൻ്റെതായിട്ടുള്ള ഫലം ലഭിക്കാത്തതിന്റെ കാരണം. ആ രഹസ്യമായിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്നും ഗുരുദക്ഷിണ നൽകി അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടുകൂടി പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ ഈ വീഡിയോ കേട്ട് പലരും പറയാൻ തുടങ്ങുകയേ ഉള്ളൂ എന്നാണ്. യാതൊരുവിധ അഹങ്കാരത്തോടും അഹംഭാവത്തോടും കൂടിയല്ല ഇത് പറയുന്നത്. ഈ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ ഗുരുജിയെ സ്മരിച്ചുകൊണ്ട് വിനയത്തോടു കൂടിയാണ് നിങ്ങളുമായി ഇത് ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ എപ്പോഴും പൈസ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് നല്ലതുപോലെ ജീവിക്കുന്നതിന് ആവശ്യമുള്ള പണം സമ്പാദിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിലും, അതല്ല കടങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ 9 മണി വരെ ചൊല്ലുമ്പോൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 8 വെള്ളിയാഴ്ച കൊണ്ട് തന്നെ അതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അഷ്ടകം ചൊല്ലുന്നത് വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ
പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു നാമം ചൊല്ലുമ്പോൾ ഈ പാപങ്ങളെല്ലാം മാറിപ്പോകുമോ എന്ന് ഒരു സംശയം മനസ്സിൽ ആർക്കെങ്കിലും ഒക്കെ തോന്നാവുന്നതാണ്. അതെങ്ങനെ മാറും എന്ന് പറഞ്ഞാൽ, ഈ ഒരു നാമം ചൊല്ലുമ്പോൾ അതിൽ നമ്മൾ ഒരു വാക്ക്, ആ 4ാമത്തെ ലൈനിൽ ലാസ്റ്റ് നമ്മൾ ചൊല്ലുന്ന ഒരു വാക്കുണ്ട്, നമോസ്തുതേ. ഓരോ 4 വരികളും ചൊല്ലി ആ നമോസ്തുതേ എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ദേവിയുടെ മുന്നിൽ, ആ ദേവിയുടെ കാൽപാദങ്ങളിൽ പൂർണ്ണമായും ശരണാഗതി പ്രാപിക്കുക എന്നുള്ളതാണ്. മാനസികമായി നമ്മൾ അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നമ്മൾ ആ ദേവിയുടെ പാദങ്ങളിൽ വീണ് ദേവിയോട്, ആ ദേവിയുടെ പാദങ്ങളിൽ തൊട്ട് തൊഴുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം നമ്മൾ നമോസ്തുതേ എന്ന് ചൊല്ലേണ്ടത്. അതായത് 4ാമത്തെ വരിയിൽ ലാസ്റ്റ് നമ്മൾ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് ചൊല്ലുമ്പോൾ ഓരോ 4 വരിയുടെ എൻഡിലും നമ്മൾ മാനസികമായി, നമ്മുടെ മുന്നിൽ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ ഫോട്ടോയിൽ ദേവിയുടെ പാദങ്ങളിൽ നമ്മൾ ശരണാഗതി അടയുന്നതായി നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ദേവിയുടെ ആ പാദങ്ങളിൽ നമ്മൾ തൊട്ട് നമ്മുടെ കണ്ണിൽ വെച്ച് തൊഴുന്നതായി സങ്കല്പിച്ചുകൊണ്ട് വേണം ആ 8 സ്റ്റാൻസാസും നമ്മൾ വായിക്കേണ്ടത്. ഈ ഒരു അഷ്ടകം ചൊല്ലുമ്പോൾ അതിന്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പോയിന്റ് ആണത്. ശരണാഗതി അടഞ്ഞുകൊണ്ട് ദേവിയുടെ പാദത്തിൽ നമ്മൾ വീഴുകയാണ്. അങ്ങനെ ആ 4 വരികൾ ചൊല്ലിയിട്ട് ദേവിയുടെ മുന്നിൽ നമ്മൾ ദേവിയുടെ പാദത്തിൽ തൊട്ടു തൊഴുമ്പോൾ ദേവിയുടെ ആ മനസ്സ് കുളിരുമെന്നാണ്. അതായത് സന്തോഷം കൊണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒരാൾ നമ്മുടെ കാൽപാദത്തിൽ വന്ന് തൊട്ട് തൊഴുത് അനുഗ്രഹം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു സന്തോഷം തോന്നാറില്ലേ? അതുപോലെ തന്നെയാണ് ദേവിയുടെ മക്കളാണ് നമ്മൾ എല്ലാവരും തന്നെ. ഓരോ 4 വരികളും ചൊല്ലി ലാസ്റ്റിൽ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് ചൊല്ലിക്കൊണ്ട് ദേവിയുടെ കാൽപാദത്തിൽ വീണ് നമ്മൾ ശരണാഗതി പ്രാപിക്കുമ്പോൾ ദേവിയുടെ മനസ്സ് അവിടെ സന്തോഷിച്ച് നമുക്ക് അനുഗ്രഹം നൽകും. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെറുതെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു അഷ്ടകം ചൊല്ലാം. അങ്ങനെ ചൊല്ലിയിട്ട് യാതൊരുവിധ ഫലവുമില്ല. മാത്രമല്ല, ഈ അഷ്ടകം ഏതൊരാളാണോ ചൊല്ലുന്നത് അയാൾക്ക് അയാളുടെ പാപങ്ങൾ ഉടനടി തീർത്ത് അനുഗ്രഹിക്കും എന്ന് അഗസ്ത്യ മഹർഷിക്ക് മഹാലക്ഷ്മി വാക്കു കൊടുത്തതായിട്ടാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. ഇപ്പോൾ മഹാലക്ഷ്മി അഷ്ടകത്തിലെ ആദ്യത്തെ 4 വരികൾ നോക്കുകയാണെങ്കിൽ, നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ആ നമോസ്തുതേ ചൊല്ലുമ്പോൾ നമ്മൾ ദേവിയുടെ മുന്നിൽ ദേവിയുടെ പാദങ്ങളിൽ തൊട്ട് ശരണാഗതി പ്രാപിക്കണം. ഇപ്പോൾ ആദ്യത്തെ വരിയിൽ ശ്രീപീഠേ സുരപൂജിതേ, ശ്രീപീഠം എന്ന ശ്രീചക്രത്തിൽ ഇരിക്കുന്ന മഹാശക്തി അമ്മയാണ് എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. അതുപോലെ ശംഖുചക്ര ഗദാഹസ്തേ, ശംഖുചക്രം കയ്യിൽ വെച്ചിരിക്കുന്ന ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. അടുത്ത സ്റ്റാൻസ എന്ന് പറയുന്നത്, നമസ്തേ ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ എന്നാണ്. അതായത് കോലാസുരൻ എന്ന അസുരനെ നിഗ്രഹിച്ച ഭയങ്കരിയായി ഇരിക്കുന്ന ദേവി, അതുപോലെ തന്നെ സർവപാപഹരേ. ഇവിടെ സർവപാപഹരേ എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുമുള്ള പാപങ്ങളെയും ക്ഷമിക്കാൻ കഴിവുള്ള ദേവി എന്നുള്ളതാണ് ഇവിടത്തെ അർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി ദേവി, എൻ്റെ ആ പാപങ്ങളൊക്കെ തന്നെ ക്ഷമിച്ച് എൻ്റെ ഈ കടങ്ങളിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കണേ എന്നാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ ദിവസവും ഇത് ചൊല്ലണം എന്നൊന്നുമില്ല. വെള്ളിയാഴ്ച ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ചൊല്ലിയാൽ തീർച്ചയായും ഫലം കിട്ടും. ഇങ്ങനെ ഓരോ 4 വരികൾ ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാകും. അപ്പോൾ ആ ഓരോ 4 വരികളും ചൊല്ലി വേണം പ്രാർത്ഥിക്കേണ്ടത്. വെള്ളിയാഴ്ച ടൈം പറഞ്ഞു. ഒരു ലക്ഷ്മി വിളക്ക് വീട്ടിലുണ്ടെങ്കിൽ ഒരു ലക്ഷ്മി വിളക്ക് കൊളുത്തി, നെയ്യ് ഒഴിക്കാമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊളുത്തി വെച്ചിട്ട്, നമ്മൾ സാധാരണ നിലവിളക്കൊക്കെ കൊളുത്തുന്നതൊന്നും ആ ഒരു ടൈമിൽ കൊളുത്തേണ്ട ആവശ്യമില്ല. മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഒരു ലക്ഷ്മി വിളക്ക് കൊളുത്തി ആണ് പ്രാർത്ഥിക്കേണ്ടത്. നെയ്യ് ഒഴിച്ച് തന്നെ കൊളുത്താൻ ശ്രമിക്കുക. ഈ ഒരു ദിവസം, അതായത് വെള്ളിയാഴ്ച 8 മുതൽ 9 മണി വരെയുള്ള ഈ ഒരു ദിവസം മാത്രം നെയ്വിളക്ക് കൊളുത്തിയാൽ മതി. മറ്റു ദിവസങ്ങളിൽ ഒന്നും കൊളുത്താൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി നമ്മൾ ദേവിയുടെ മുന്നിൽ വെക്കുന്ന നിവേദ്യങ്ങൾക്കുമുണ്ട് കാര്യം. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രാർത്ഥന വെക്കുമ്പോൾ ആ ഒരു ദേവനെ അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു മനസ്സ് കുളിരണം. അതായത് വളരെയധികം സന്തോഷമായിട്ട് നമുക്ക്
അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകണം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഗണപതി ഭഗവാന് എത്ര അധികം ഭക്ഷണങ്ങൾ ഭഗവാന്റെ മുന്നിൽ വെച്ചാലും നമ്മൾ വിളക്കൊന്നും ഭഗവാന്റെ മുന്നിൽ കൊളുത്തി വെക്കണം എന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ ഹാളിൽ ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും എടുക്കാവുന്നതാണ്. എപ്പോഴും ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ ഭക്ഷണങ്ങൾ വെക്കുകയാണെങ്കിൽ ഭഗവാന്റെ മനസ്സ് ഒരുപാട് സന്തോഷിക്കും, അതിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുമ്പോഴും ദേവിക്ക് എന്താണോ പ്രിയം അത് വെച്ച് വേണം നമ്മൾ ചൊല്ലേണ്ടത്. എന്തൊക്കെയാണ് ദേവിക്ക് പ്രിയം? ദേവിക്ക് വെള്ള നിറത്തിലുള്ള പാൽപായസം പ്രിയമാണ്. അപ്പോൾ പാൽപായസം ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ആവിയിൽ പുഴുങ്ങി ഉണ്ടാക്കുന്ന ഏതൊരു ഭക്ഷണവും മഹാലക്ഷ്മിക്ക് വെക്കാവുന്നതാണ്. ഇങ്ങനെ ഉള്ള വസ്തുക്കൾ, വെള്ള നിറത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇത് കൂടാതെ ചെറിയ ഒരു വെള്ളിക്കിണ്ണത്തിൽ കുറച്ച് ശുദ്ധമായ തേൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഹണി കിട്ടുമെങ്കിൽ അത് ഒരു ചെറിയ വെള്ളിക്കിണ്ണത്തിൽ ദേവിയുടെ മുന്നിൽ വെക്കാവുന്നതാണ്. വെള്ളിക്കിണ്ണം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു കിണ്ണം വാങ്ങാം. ഒരു 500 രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് വളരെ ചെറിയ സൈസിലുള്ള ഒരു കിണ്ണം കിട്ടും. വെള്ളി അവിടെ വെക്കുന്നതിന് പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. ശുക്രന്റെ ലോഹമാണ് വെള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളിയിലാണ് നമ്മൾ ദേവിക്ക് തേൻ വെക്കുന്നത്. അതിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചു കൊണ്ട് വേണം ഈ ഒരു നാമം ചൊല്ലേണ്ടത്. അത് വളരെ വളരെ മുഖ്യമാണ്. ഒരേ ഒരു ദിവസം മാത്രം ഈ ഒരു ടൈമിൽ ഇങ്ങനെയൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. 8 വെള്ളിയാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഇനി ചൊല്ലുന്ന ആൾ, അത് ആരാണോ കടം വാങ്ങിയത് ആ ഒരാൾ ചൊല്ലുമ്പോഴാണ് കൂടുതൽ ഫലം. കൂടുതൽ വീടുകളിലും ഭർത്താക്കന്മാരായിരിക്കും കടം വാങ്ങിയിട്ടുള്ളത്. ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ ചൊല്ലാമോ എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും അങ്ങനെ ചൊല്ലാറുമുണ്ട്. എന്നാൽ ആ കടം വാങ്ങിയ ആൾ തന്നെ ഇത് ചൊല്ലുകയാണെങ്കിൽ 100% പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അയാൾക്ക് പകരം വേറൊരാൾ ചൊല്ലുമ്പോൾ ആ റിസൾട്ട് കിട്ടാൻ വളരെയധികം വൈകും എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇന്ദ്രന് തന്റെ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ദ്രന്റെ ഭാര്യയായ ഇന്ദ്രാണിയോടല്ല പറഞ്ഞത് മഹാലക്ഷ്മിയുടെ നാമങ്ങൾ ചൊല്ലുന്നതിന് വേണ്ടി. ഇന്ദ്രൻ സ്വയം മഹാലക്ഷ്മിയെ പൂജിച്ചു പ്രാർത്ഥിച്ചാണ് തന്റെ സൗഭാഗ്യങ്ങൾ തിരികെ നേടിയെടുത്തത്. ആരാണോ കടം വാങ്ങിയത് അയാൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇനി സ്ത്രീകളാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ, അല്ല പുരുഷന്മാരാണെങ്കിലും കുളിച്ച് ശുദ്ധമായി വേണം ചൊല്ലേണ്ടത്. സ്ത്രീകൾ ചൊല്ലുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധമായ വസ്ത്രം വേണം നമ്മൾ അണിയേണ്ടത് എന്നുള്ളതാണ്. ദയവ് ചെയ്ത് നമ്മുടെ നൈറ്റി എന്ന വസ്ത്രം ഒഴിവാക്കുക ഈ 1 മണിക്കൂർ. ഒരു കുർത്തയോ അല്ലെങ്കിൽ സാരി ഉടുക്കുന്നവരാണെങ്കിൽ സാരി ഉടുത്തോ ഇരുന്ന് ചൊല്ലാൻ ശ്രമിക്കുക. അങ്ങനെ ഒന്ന് ചൊല്ലി നോക്കൂ, അതിന്റെ വ്യത്യാസം മനസ്സിലാകും. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന്. അപ്പോൾ എനിക്ക് വന്ന ഒരു കമന്റ്, പുതിയ നൈറ്റി ഇട്ടുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യട്ടെ എന്നാണ്. ഞാൻ നൈറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. നൈറ്റി എന്നത് രാത്രിയിൽ ധരിക്കേണ്ട ഒരു വസ്ത്രമാണ്. മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നൈറ്റി ഇട്ട് പൂജ ചെയ്താൽ ഒരിക്കലും നമുക്ക് അതിന്റെ ഫലം ലഭിക്കില്ല. അതുകൊണ്ട് ഒരു കുർത്ത വാങ്ങി വെക്കുക. ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് വേണ്ടി ഒരു പുതു വസ്ത്രം വാങ്ങി എല്ലാ ലക്ഷ്മി പൂജ ചെയ്യുമ്പോഴും അത് ധരിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും അത് കഴുകി വേണം വീണ്ടും ധരിക്കേണ്ടത്. കാരണം ഒരു അരമണിക്കൂർ സമയമാണ് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച വീണ്ടും അത് കഴുകി ആ വസ്ത്രം തന്നെ ഇട്ടുകൊണ്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം, മഹാലക്ഷ്മി എന്ന് പറയുന്നത്, മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയമെന്ന് പറയുന്നത് നല്ല സുഗന്ധമുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ദേവിക്ക് നല്ല മണമുള്ള മുല്ലപ്പൂക്കൾ ചാർത്താൻ ശ്രമിക്കുക. മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. കൂടാതെ ഏലക്ക മാല ചാർത്തണം എന്നുള്ളവർക്ക് മാല ചാർത്താം. ഇതെല്ലാം ഒന്നിച്ച് ചെയ്യണം എന്നല്ല, ചെയ്യാൻ സാധിക്കുന്നവർക്ക് നമുക്ക് ഈ 8 ആഴ്ചയിൽ ഏതെങ്കിലും ഒരാഴ്ച ദേവിക്ക് ഏലക്ക മാല ചാർത്താൻ സാധിച്ചാൽ ഏലക്ക മാല ചാർത്താവുന്നതാണ്. ഇപ്പോൾ പലർക്കും സംശയം തോന്നും, 27 ഏലക്ക കൊണ്ടൊരു ലക്ഷ്മി പൂജ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ അതിനോടൊപ്പം തന്നെ ചൊല്ലാമോ എന്നുള്ളത് ചൊല്ലാവുന്നതാണ്.
കഴിവതും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം രാത്രി 8 മണിക്ക് ഇത് ചൊല്ലേണ്ടത്. ചൊല്ലുന്ന ആൾ അന്ന് മുഴുവൻ ഒഴിവാക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൂജ ചെയ്തതിന് ശേഷം മാത്രം നോൺ വെജ് അന്ന് കഴിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വീഡിയോ നല്ലതുപോലെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ നല്ലതുപോലെ കേൾക്കുക. കാരണം ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു നാമം ചൊല്ലുന്നതിന് മുൻപ് ഒരു ഏലക്ക എടുത്ത് അതിനകത്ത് നിന്ന് 1-2 കുരു എടുത്ത് നല്ലതുപോലെ ചവച്ച് അത് കഴിച്ചിട്ട് വാ കഴുകിയിട്ട് വന്നിരുന്ന് വേണം ഇത് ചൊല്ലേണ്ടത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വായിൽ നിന്ന് യാതൊരുവിധ ദുർഗന്ധവും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യം തന്നെ പറഞ്ഞല്ലോ, മഹാലക്ഷ്മിക്ക് സുഗന്ധമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ കുളിച്ച് ശുദ്ധമായി ഇരിക്കണം. സ്ത്രീകളാണെങ്കിൽ തലയിൽ മുല്ലപ്പൂ ചൂടി പൊട്ടിട്ട് കയ്യിൽ വളകളൊക്കെ ഇട്ടുകൊണ്ടാണ് പൂജ ചെയ്യുന്നതെങ്കിൽ വളരെ നല്ല ഫലമാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊള്ളുക. പുതിയ വസ്ത്രം അലക്കി എല്ലാ പ്രാവശ്യവും ഒരേ ഒരു പുതിയ വസ്ത്രം വാങ്ങി വെച്ചാൽ മതി. എല്ലാ ആഴ്ചയും പുതുവസ്ത്രം ഇടാൻ സാധിക്കും എന്നുള്ളവർ പുതുവസ്ത്രം തന്നെ ധരിക്കുക. ഇപ്പോൾ ഓൺലൈനിലൊക്കെ തന്നെ നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് കഴുകിയിട്ട് പൂജയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പേർ ട്രയൽ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ വസ്ത്രം നമ്മുടെ കയ്യിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴുകിയതിന് ശേഷം മാത്രം പൂജയ്ക്ക് ഇടാൻ ഉപയോഗിക്കുക. നമ്മുടെ ഡ്രസ്സിൽ പെർഫ്യൂം അടിക്കുക, വായിൽ ഏലക്ക ചവയ്ക്കുക, തലയിൽ മുല്ലപ്പൂ ചൂടുക. ഈ 3 കാര്യങ്ങൾ കൂടി ഫോളോ ചെയ്തുകൊണ്ട് വേണം മഹാലക്ഷ്മി അഷ്ടകം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ദേവിക്ക് മുല്ലപ്പൂ മാല ചാർത്തി നിവേദ്യം സമർപ്പിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ചൊല്ലി നോക്കൂ. 100% റിസൾട്ട് കിട്ടിയിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും 8 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് കമന്റ് ചെയ്യും. ചിലർക്ക് വളരെ വേഗത്തിൽ 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും. തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.